കഴിഞ്ഞ സീസണിൽ ട്രിപ്പിൾ കിരീട നേട്ടം സ്വന്തമാക്കിയ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മധ്യനിരയിലെ ഒഴിച്ചുകൂടാനാവാത്ത താരമാണ് സ്പാനിഷ് ഇന്റർനാഷണൽ റോഡ്രി. സിറ്റിയുടെ 3 കിരീട വിജയങ്ങളിലും റോഡ്രി നിർണായകവും വലുതുമായ പങ്കുവഹിച്ചു. എങ്കിലും കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ചതിന് നൽകുന്ന വ്യക്തിഗത അവാർഡുകളിൽ വേണ്ട രീതിയിലുള്ള പരിഗണന റോഡ്രിക്ക് ലഭിച്ചില്ല. അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ വ്യക്തിഗത അവാർഡുകളെക്കുറിച്ച് ചോദ്യം നേരിട്ടപ്പോൾ വ്യക്തമായ മറുപടിയാണ് റോഡ്രി നൽകിയത്. വ്യക്തിഗത അവാർഡുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും ഇതിനു മുൻപും മിഡ്ഫീൽഡർമാർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ലഭിച്ചിട്ടില്ലെന്നും റോഡ്രി പറഞ്ഞു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: എനിക്ക് ഇക്കാര്യത്തിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇത് സാധാരണമാണ്. ഈ വ്യക്തിഗത അവാർഡുകളുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് പണം, മാർക്കറ്റിംഗ്, പരസ്യം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കഠിനാധ്വാനത്തിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് വളരെ സർവ്വസാധാരണമാണെന്ന് അറിയാനാവും. ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇക്കാര്യത്തിൽ അവസാനത്തെ മിഡ്ഫീൽഡർ ഞാനല്ല. അർഹിക്കുന്ന അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത മിഡ്ഫീൽഡേഴ്സ് ഇതിനു മുൻപും നിരവധി ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ചില സ്പാനിഷ് താരങ്ങൾ. ഞാൻ ആരൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുട്ബോളിൽ എനിക്ക് ആത്യന്തികമായി പ്രധാനം ഞാൻ ടീമിനോടൊപ്പം നേടിയതാണ്, റോഡ്രി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.